ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അബീസ് വ്ളോഗ്സ്. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് കുട്ടിക്കാലത്തെ ചില മഴക്കാല ഓർമ്മകളൊന്ന് പുതുക്കുന്നതിന് വേണ്ടിയാണ്. മഴയുടെ ആ സംഗീതം ഒന്ന് കേട്ടു നോക്കൂ. മഴയുടെ ഈ സംഗീതം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാൻ എന്ത് രസമാണ്. ഇത് ഞങ്ങളുടെ വീടിൻ്റെ മുൻവശമാണ്. കുറച്ച് ഷീറ്റ് ഇറക്കിയിട്ടുണ്ട് ഈ മുൻവശത്ത്. അതിലേക്ക് മഴത്തുള്ളികൾ പതിക്കുന്ന സൗണ്ടാണിത്. ഇത് കേൾക്കുമ്പോൾ എൻ്റെ ചെറുപ്പകാല ഓർമ്മ വരുന്നു. എൻ്റെ അമ്മയൊരു LP സ്കൂൾ ടീച്ചറായിരുന്നു. മഴ പെയ്യുന്നത് എങ്ങനെയെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചപ്പോൾ ഒരു കുട്ടി ഉത്തരം എഴുതിയതാണ് ചറപറ ചറപറ ഡുണ്ടുണ്ടും എന്ന് പറഞ്ഞാൽ മഴയുടെ ശബ്ദത്തോടൊപ്പം ഇടിയുടെ ശബ്ദം കൂടെയാണ് ആ കുട്ടി പറഞ്ഞത്. ഇനി നമുക്ക് ഇതിലൊക്കെ നൊസ്റ്റാൾജിക് ഫീൽ തരുന്ന വേറൊരു സംഭവം കൂടി ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം. നമുക്ക് സിറ്റൗട്ടിലേക്കൊന്ന് കയറാം. ഇത് കണ്ടോ? ഇത് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായോ? ഇത് ഉപ്പേരിക്കപ്പയും തേങ്ങാക്കൊത്തും കട്ടൻ കാപ്പിയുമാണ്. പഴയ കാലത്ത് ഇതിങ്ങനെ മഴക്കാലത്തൊക്കെ കഴിക്കുമായിരുന്നു. ഇങ്ങനെ തേങ്ങാക്കൊത്ത് കൂട്ടി ഉപ്പേരിക്കപ്പ കഴിച്ചിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അന്നൊക്കെ ആളുകൾ വേനൽക്കാലമാകുമ്പോൾ കപ്പ പറിച്ച് ഉപ്പേരിയുടെ കനത്തിൽ അരിഞ്ഞ് അത് വാട്ടി നല്ലതുപോലെ ഉണങ്ങി സൂക്ഷിച്ചു വയ്ക്കുമായിരുന്നു. പിന്നീട് മഴക്കാലം വരുമ്പോൾ അതിതുപോലെ വറുത്ത് ഉപയോഗിക്കുമായിരുന്നു. ഇപ്പോഴുള്ള പലർക്കും ഉപ്പേരിക്കപ്പ എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാ. ഇനി നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് ഉപ്പേരിക്കപ്പ എടുത്തിട്ടുണ്ട്. ഇതാണ് ഉപ്പേരിക്കപ്പ എന്ന് പറയുന്നത്. കപ്പ ഉണങ്ങി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. കപ്പ വറുത്തെടുക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പേ വെച്ചു. അത് ചൂടായി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മറ്റുള്ള ഉപ്പേരികൾ വറുക്കുന്നത് പോലെ ഒരുപാട് എണ്ണയൊന്നും വേണ്ട ഉണക്കക്കപ്പ വറുത്തെടുക്കുവാനായിട്ട്. വെളിച്ചെണ്ണ ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കപ്പ ഇട്ട് കൊടുക്കാം. കപ്പ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉണക്കക്കപ്പയായതുകൊണ്ട് ഇളക്കി കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇതിങ്ങനെ ഇളക്കി വേണം വറുത്തെടുക്കാൻ. അതുകൊണ്ടാണ് മുങ്ങിക്കിടക്കാനൊന്നും എണ്ണ വേണ്ട എന്ന് പറഞ്ഞത്. ഇനിയും ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി നമുക്കൊന്ന് വറുത്തെടുക്കാം. നമ്മുടെ കപ്പ ഇവിടെ മൂത്തിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ മാറി ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അല്പം ഉപ്പുനീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുക്കണമെന്നില്ല. ഇത് കോരിയിട്ട് ഉപ്പ് ചേർത്തേച്ച് ഒന്ന് കുടഞ്ഞെടുത്തേച്ചാൽ മതി. ഇനിയും നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എന്നിട്ടൊരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉപ്പേരിയാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഇതിനൊന്നും ആരും മെനക്കെടാറില്ല. കപ്പ വാട്ടണമെങ്കിലും ഉണങ്ങണമെങ്കിലും ഒക്കെ നല്ല ബുദ്ധിമുട്ടാണ്. ഇത് പക്ഷെങ്കിൽ മാർക്കറ്റിലിപ്പം അവൈലബിളാണ്. ഉപ്പേരിക്കപ്പ ഇവിടെ റെഡിയായി എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ കൂട്ടുവാനായിട്ട് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് കൂടി എടുക്കാം. ഇവിടെ കണ്ടോ, ഞാൻ കുറച്ച് തേങ്ങായും പൂളിയെടുത്തു. ഇനി നമുക്ക് ഈ ഉപ്പേരിക്കപ്പയും തേങ്ങയും കൂടെ കഴിച്ചേച്ചാൽ മതി. ഇതുപോലെ മഴ തകർത്ത് പെയ്യുമ്പോൾ ഉപ്പേരിക്കപ്പ വറുത്തതും തേങ്ങയും കൂട്ടി സിറ്റൗട്ടിലിരുന്ന് മഴ കണ്ടുകൊണ്ടൊന്ന് കഴിച്ചു നോക്കണം. എന്തൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണെന്നറിയാമോ? അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെയും തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. ഇനിയും മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.